ഇന്ന് രാത്രിയിലെ ഈ ശുശ്രൂഷയുടെ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന കർത്തൃദാസന്മാർ, 25 സഭകളിലെ ശുശ്രൂഷകന്മാരും 27 കർത്തൃദാസന്മാർ, 2 പേര് സഭാ ചാർജില്ലെന്നാ തോന്നുന്നത്. എത്രയും പെട്ടെന്ന് അവർക്കും ക്രമീകരണം ഒരുങ്ങട്ടെ. എല്ലാ കർത്തൃദാസന്മാർ, ഇതര IPCയുടെ ഇതര സെന്ററുകളിൽ പ്രവർത്തിക്കുന്ന ആദരണീയ കർത്തൃദാസന്മാർ, വിശേഷിച്ച് സണ്ണിച്ചാൻ ഉൾപ്പെടെ യുവജന പ്രവർത്തനത്തിന്റെ ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ ഗായക സംഘം നന്നായിരിക്കുന്നു. കുഞ്ഞുങ്ങളെ ഇങ്ങനെ ശീലിപ്പിച്ചെടുക്കണം. കൊച്ചുങ്ങളെല്ലാം വേറെ വഴിയും പോവും, വേറെ സഭയിലും പോവും. പഴയ പാട്ട് പാടി എനിക്കിഷ്ടപ്പെട്ടു. കുഞ്ഞുങ്ങൾ പാട്ട് പഠിക്കുകയും ചെയ്യും. അവരും ആത്മീയ വിഷയത്തിൽ വളരെ ഉത്സാഹത്തോടെ നിൽക്കും. നന്നായിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ഒന്നിച്ച് ദൈവത്തിൻ്റെ വചനം ധ്യാനിപ്പാൻ ഇങ്ങനെ അവസരം ലഭിച്ചതോർത്ത് ദൈവത്തിന് മഹത്വം. ഈ യോഗത്തെ പറ്റി ബഹുമാന്യ കർത്തദാസൻ നേരത്തെ വിളിച്ച് ഓർപ്പിച്ചു. അത് ഇവിടെ യാത്ര പോയ സമയത്ത് അത് പെട്ടെന്ന് നോട്ട് ചെയ്യാനൊത്തില്ല. എങ്കിലും മറ്റ് തടസ്സം ഉണ്ടാകാതെ ഇന്ന് രാത്രി എത്തുവാൻ ദൈവം കരുണ ചെയ്തു. അതെ, ഇന്നലെ വിളിച്ച കൊണ്ടൊത്തില്ലേ വിട്ടുപോയാൽ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ശാന്തമായിട്ട് നമുക്ക് ധ്യാനിക്കണം. ഇവിടെ പൊതുവിൽ പ്രസ്താവിച്ചതിനനുസരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കർത്താവിൻ്റെ വലിയൊരു ദാസന്മാരെ കൂടി അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഇവിടെ ദൂത പ്രകാശിച്ചു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നന്നായിട്ട് അവതരിപ്പിക്കാനും ഉയർത്തുവാനുമെല്ലാം അവരിൽ കൂടി ദൈവം കടാക്ഷിച്ചു. ഇന്ന് രാത്രിയിലും ദൈവവചനത്തിൽ നിന്ന് അല്പകാര്യങ്ങൾ നമുക്ക് ചിന്തിക്കണം. രാത്രി യോഗങ്ങളുടെ കടശയോഗമാണല്ലോ ഇന്ന് രാത്രി. ദൈവവചനം നന്നായിട്ട് പഠിപ്പിക്കുന്ന ഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരാണ് എനിക്ക് മുൻപിലിരിക്കുന്നതെന്ന് നല്ല ബോധ്യമുണ്ട്. അതിനനുസരിച്ച് ഇന്ന് രാത്രി നിങ്ങളോട് സഹകരിച്ച് പൗലോസ് പറഞ്ഞതുപോലെ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ച് ഇന്ന് രാത്രി അല്പസമയങ്ങൾ ദൈവവചനം നമുക്ക് ധ്യാനിക്കാം, വളരെ ശാന്തമായിട്ട് ധ്യാനിക്കാം. അതിന് അടിസ്ഥാനമായിട്ട് ഇന്ന് രാത്രി വായിച്ചത് തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11 മുതൽ 14 വരെയുള്ള തിരുവെഴുത്തുകളാണ്. ഒരിക്കൽ കൂടി വായിച്ച് സഹായിക്കണം. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തകളിൽ ശുഷ്കാന്തിയുള്ളൊരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. പൊൻപിള്ളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട് വെള്ളത്തല മൂടി വെള്ളയാം പഞ്ഞി പോൽ. പൊൻപിള്ളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട് വെള്ളത്തല മൂടി വെള്ളയാം പഞ്ഞി പോൽ. വെള്ളോട്ടുല തന്നിൽ കാച്ചി പഴുപ്പിച്ച് വെള്ളക്കുതിര ഉത്തമനെ കണ്ടേ. ജ്ഞാനം 3:30 വേല 3:10 സ്നാനം 3:30 വേല 3:10 സ്നാനം 3:30 വേല. ഇങ്ങനെ ഭൂതലെ സഞ്ചരിച്ചു നാഥൻ.
3:10 സ്നാനം 3:30 വേല 3:10 സ്നാനം 3:30 വേല ഇങ്ങനെ ഭൂതലെ സഞ്ചരിച്ചു നാഥൻ പാരിൽ പലതരം വേലകൾ ചെയ്തു ഭൂതപിജാതി തലയെ തകർത്ത പുരുഷനെ കണ്ടേ മുത്തമ്മ പുരുഷനെ കണ്ടേ പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ. അതിമനോജന ആദാമിൽ കൂടല്ലോ അതിമനോജന ആദാമിൽ കൂടല്ലോ ആദിമനോജന ആദാമിൽ കൂടല്ലോ ആദിമനോജന ആദാമിൽ കൂടല്ലോ ആദിമനോജന ആദാമിൽ കൂടല്ലോ. ആദിമനോജന ആദാമിൽ കൂടല്ലോ ആദിമനോജന ആദാമിൽ കൂടല്ലോ പാപങ്ങൾ ലോകത്തിൽ ആകെ പരന്നതോ ആദിമനോജന ആദാമിൽ കൂടല്ലോ പാപങ്ങൾ ലോകത്തിൽ ആകെ പരന്നതും ആദിമനോജന ആദാമിൽ കൂടല്ലോ പാപങ്ങൾ ലോകത്തിൽ ആകെ പരന്നതോ ഏവർക്കും പാപ പരിഹാരത്തിനായി സ്വർഗമഹിമകൾ വീട്ടികത്തിൽ വന്ന പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിലെ തിരുവചന ശുശ്രൂഷയ്ക്ക് ആധാരമായിട്ട് വായിച്ച വാക്യങ്ങൾ രണ്ടാവർത്തി വായിച്ചു. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തും കൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും ദൈവഭക്തിയോടും നീതിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. 14-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കണം. 14-ാം വാക്യം. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സകല അധർമ്മത്തിൽ നിന്നും അവിടുന്ന് നമ്മളെ വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. വളരെ പരിചിതമായ വേദഭാഗമാണ്. ഈ വാക്യത്തിന്റെ
വെളിച്ചത്തിൽ ഈ 2-ാം അധ്യായത്തിന്റെ തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11 മുതൽ 14 വരെയുള്ള വാക്യശകലങ്ങളിൽ നിന്ന് ഇന്ന് രാത്രി ശാന്തമായിട്ട് ചിന്തിക്കാം. ആ വാക്യങ്ങൾ വിട്ടുപോകുന്നില്ല. ആ വാക്യത്തിനകത്ത് നിന്ന് ചില കാര്യങ്ങൾ ലളിതമായിട്ട് നമുക്ക് ചിന്തിക്കാം. ഈ പറയുന്ന കാര്യമെല്ലാം പെന്തിക്കോസുകാരായ പ്രിയപ്പെട്ടവർക്കെല്ലാം അറിവുള്ള കാര്യമാണ്. അത് നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോഴും അറിയാം. എല്ലാം അറിഞ്ഞ് നമ്മളെല്ലാം തികഞ്ഞിരിക്കുന്നവരാ. അപ്പം അതുകൊണ്ട് നിങ്ങളോടല്ല കൂടുതലും പറയുന്നത്. പുറത്ത് വേറെ അക്രൈസ്തവരോ നിരീശ്വരവാദികളോ മറ്റുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൂടെന്ന് ഇത് മനസ്സിലാക്കണം. അപ്പം തന്നെ നമുക്കും കൂടെയുള്ള ദൂത ഇന്ന് രാത്രി ഒന്നിച്ച് ചിന്തിക്കണം. ദൈവദാസന്മാരില്ല എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. സ്തോത്രം. നിങ്ങളെ അനങ്ങാതെ മിണ്ടാതെ ഒന്നും ഇരിക്കരുത്. സ്തോത്രം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇടയ്ക്ക് ഒരു സ്തോത്രം പറയുന്നതുകൊണ്ട് വിലക്ക ഒന്നും വീഴുകയില്ല, ഗുണം വരിക. അപ്പം നമുക്ക് ഒന്നിച്ച് ദൈവത്തെ, എൻ്റെ ഒരു പ്രകൃതി ആര് പ്രസംഗിച്ചാലും ഞാൻ സ്തോത്രം പറയുക, വാക്യം വായിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. ഞാനങ്ങനെ ചെയ്യും. ഒരു വചനം കയറ്റി നിർത്തിയാലും ഞാൻ അവനെ ഉത്സാഹിപ്പിക്കും. സ്തോത്രം. അപ്പം ഈ ഒന്നേ പഴുക്കാവൂ എനിക്ക് കിട്ടാവൂ എന്നുള്ള ചിന്ത ഉണ്ടാകരുത്. എല്ലാം പഴുക്കണം, എല്ലാവർക്കും കിട്ടണം. അപ്പം നിങ്ങളും എല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൂരത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ വലിയ കൃപയും അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ട് ഈ സമയം വരെ നിൽക്കുന്നത്. ഇനി എൻ്റെ ഭാഷയെ പറഞ്ഞ ഒരു ചുവടുകൂടെ വെക്കണമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന അത്യാവശ്യമാണ്. അതുകൊണ്ട് ഓർക്കുന്ന സമയത്ത് എല്ലാ പ്രിയപ്പെട്ടവരും എളിയയും കുടുംബത്തെയും വിശേഷിച്ച ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കണം. കൂട്ടുവേലക്കാരെ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കണം. ഒരിക്കൽ കൂടി കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ഇവിടെ തീത്തോസിന്റെ ലേഖനം 2:11 മുതൽ 14 വരെ നമുക്കറിയാം. പുതിയ നിയമത്തിലെ ലേഖനങ്ങളിൽ ഈടുറ്റ ലേഖനങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട 2 ലേഖനമാണ് തിമത്തിയോസിന്റെ ലേഖനവും തീത്തോസിന്റെ ലേഖനവും. ഇത് പൊന്തിപ്പിക്കൽ ലെറ്റേഴ്സ് എന്നാ സാധാരണ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇടയ ലേഖനങ്ങൾ അല്ലെ, അവരിറക്കുന്നതല്ല, അത് വേറെ ഉന്നം വെച്ചിറക്കുന്നതാണ്. ഇത് ഇടയ ലേഖനങ്ങൾ. അങ്ങരിക്കുമ്പോൾ അവിടുന്ന് ഒരു ലേഖനം വരും, അതിനനുസരിച്ചായിരിക്കും. അതുകൊണ്ട് നേതാക്കന്മാരെല്ലാം അങ്ങോട്ട് ഓടുക, നമ്മുടെ അടുക്കലോട്ട് ആരും വരുന്നില്ല. കാരണം നമ്മൾ അങ്ങനത്തെ ലേഖനം ഇറക്കുന്നില്ല. ഇപ്പം നമ്മുടെ ആൾക്കാർ പുച്ഛം അങ്ങനത്തെ ലേഖനം ഇറക്കുന്നെന്നാ തോന്നുന്നു. പതുക്കെ ഒരു ചെറിയ ഒരു വാങ്ങൽ, ചായ്വ്. അതാ എനിക്ക് ആ പദം കിട്ടില്ല, മണ്ണത് ഗുണമായി. ഒരു ചായ്വ്. സ്തോത്രം. ചായ്വ്. ജനപ്രതിനിധികളെ ആദരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യണം. പക്ഷെ നമ്മുടെ വ്യവഹാരം നടത്തുന്നത് ദൈവമാണ്. സ്തോത്രം. നമ്മുടെ മുഴുവൻ വ്യവഹാരം നടത്തുന്നത് ദൈവം. ആ ഭാഗം ഇപ്പൊ എടുക്കുന്നില്ല. അപ്പോൾ ഈ പൊന്തിപ്പിക്കൽ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞ പൗരോഹിത്യ ലേഖനങ്ങൾ, ഇടയ ലേഖനങ്ങളാണ്. അതാണ് തിമത്തിയോസിന്റെ 1, 2 ലേഖനവും തീത്തോസിന്റെ ലേഖനവും. ആ ഭാഗം വിവരിക്കുന്നില്ല. അതിൽ പ്രധാനപ്പെട്ട ലേഖനമാണ് തീത്തോസിന്റെ ഈ ലേഖനം. വിശ്വാസത്തിൽ നിജപുത്രനായിരുന്നു. ഇദ്ദേഹത്തെ പൗലോസ് ക്രേത്തയിൽ ആക്കി. ആ ഭാഗത്തേക്ക് നമുക്ക് വരാം. മക്കളെ, നിങ്ങൾ ഇടയ്ക്കിടെ ഓടിപ്പോരുത്, അവിടെ ഇരിക്കണം. അപ്പൊ ശ്രദ്ധിക്കുക, എനിക്ക് വളരെ നിർബന്ധമാണ്. യോഗം തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെ അധ്യക്ഷനോട് നേരത്തെ പറയണം, ഞാൻ ഇടയ്ക്കൊന്ന് പോകും. അത് കുഞ്ഞുങ്ങളല്ലേ, ആരാന്നില്ല. ഇത് നമ്മുടെയൊക്കെ സഭകളിൽ മിക്കടത്ത് അങ്ങ് കാളകളിയാണ്. തോന്നുമ്പം വരിക, തോന്നുമ്പം പോവുക. അത് ശരിയല്ല. അത് ഇവിടെ നിന്നല്ല, മൊത്തത്തിലാണ് ഞാൻ പറയുന്നത്. അത് ശുശ്രൂഷകന്മാർ കർക്കശമായിട്ട് അത് കാര്യം ഇപ്പം അവർക്കും പറയാൻ മേല ഉടനായിട്ട് ആൻസർ ആക്കിക്കളയും. അതുങ്ങളും പേടിച്ച് വല്ല ജാതി 3 വല്ല എങ്ങനെയും തേക്കണമെന്ന് ഓർത്ത് അതുങ്ങൾ പിന്നെ നിങ്ങൾക്ക് പറയാൻ മേലത്തൊക്കെ എന്നെ ഏൽപ്പിച്ചാൽ മതി, ഞാനതിൻ്റെ പരുവത്തിന് പറഞ്ഞോളാം. നിങ്ങൾ പറഞ്ഞൊരു വിഷയം ഉണ്ടാക്കണ്ട. നമ്മൾ അതിനൊക്കെ ദൈവം എന്നെ ഈ പരുവത്ത് വിട്ടേക്കുന്നത്. ഇനിയിപ്പം ഞാൻ പറഞ്ഞാലേ ഇത് ഏക്കുള്ളൂ, നിങ്ങൾ പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കും. അപ്പം നിങ്ങൾ അതിൻ്റെ പരുവത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അപ്പൊ ശ്രദ്ധിക്കുക, ഈ തീത്തോസിന്റെ ലേഖനം ഇത് ഇടയലേഖനങ്ങളിൽ പെട്ടതാണ്. അതേ ഭാഗത്തേക്ക് അധികം പോകുന്നില്ല. ഓരോ അധ്യായത്തിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ ഓരോ കാര്യങ്ങൾ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ എടുക്കാൻ പോകുന്ന വിഷയം യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത. യേശുക്രിസ്തുവിന്റെ, അതാണ് 11-ാം വാക്യം. ഒന്നുകൂടെ വായിച്ച ശിവ പാസ്റ്ററെ.
സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശ. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. ഭാഗ്യകരമായ പ്രത്യാശ. അത് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല, അവിടുന്ന് മുഴു ലോകത്തിന്റെയും ദൈവമാണ്. ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ക്രിസ്ത്യാനികളുടെ ദൈവമല്ല യേശു. ഹൈന്ദവരുടെ മാത്രമല്ല, മുസ്ലിം സഹോദരന്മാരുടെ അല്ല. അങ്ങനെ ധരിക്കരുത്. ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും ആമൻ ദൈവമാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് അവതരിച്ചത് ഒരു വിഭാഗത്തെ മാത്രം ഉദ്ധരിക്കാനല്ല, മുഴു ലോകത്തെയും രക്ഷിക്കാനാണ്. ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും ഒരാളിൽ നിന്ന് ഉത്ഭവിച്ചെന്ന പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെയല്ലയോ സന്നിച്ച? അതെ. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ മുഴുവനുള്ളവാക്കി. നമ്മളെല്ലാം ഒരപ്പൻ്റെ മക്കളാ. അംഗീകരിക്കുകയല്ലെന്ന് എനിക്കറിയാം. നോട്ടോ ഇരുമ്പും കാണുമ്പോൾ അറിയാം. അയ്യോ, ഞങ്ങൾ അങ്ങനൊന്നും അല്ല, ഞങ്ങൾ ഏത് കുടുംബമാണെന്ന്. കുടുംബത്തിൻ്റെ വിജയമായിട്ട് ഒന്നും പറയാതിരിക്കുന്നതാ നല്ലത്. വല്ലതും പറയാനുണ്ട്, കാൽവരി ക്രൂശിൽ പ്രശംസിച്ചോണം. സ്തോത്രം. യേശുവിന്റെ ക്രൂശിൽ പ്രശംസിച്ചോണം ഒരു ദൈവ പൈതൽ. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യവർഗത്തെ, മനുഷ്യജാതിയെ ഉളവാക്കി. പിന്നെ മനുഷ്യന്റെ പാപവും ഈ ക്രമക്കേടും വഴിവിട്ടുള്ള ജീവിതവും ഭക്ഷണക്രമവും ഭൂപ്രകൃതിയുടെ ഈ രീതികളും പിന്നെ എന്ന് പറഞ്ഞ കാലാവസ്ഥയുടെ വ്യതിയാനവും ഭക്ഷണക്രമവും തൊഴിലും സംസാര രീതിയും ഉൽപ്പത്തി 11 നമുക്കറിയാം. പാശ കലങ്ങി ഈ കലക്കവും ഒക്കെ വെച്ച പല ജാതികളായിട്ടത് ഇതെല്ലാം നമ്മൾ ഒപ്പിച്ചതാ. ദൈവം അറിഞ്ഞ കേസേ അല്ല. ദൈവം ഒറ്റ ഒരുത്തനെ ആദ്യം സൃഷ്ടിച്ചത്. അത് മണ്ണുകൊണ്ട് കുരങ്ങൻ കുഞ്ഞായി വന്നതും അല്ല, മണ്ണുകൊണ്ട് ദൈവം സൃഷ്ടിച്ചതാണ്. അപ്പോൾ ആ ഒരുത്തനിൽ നിന്നാണ് സകല മനുഷ്യജാതിയും ഇന്ന് ഭൂമിയിൽ പാർക്കുന്നത്. പിന്നെ ഏറ്റക്കുറച്ചിലൊക്കെ മനുഷ്യർക്കുണ്ടാകും. അതുകൊണ്ട് പൗലോസിന്റെ ഭാഷ പദം ഞാൻ കടമെടുക്കുക, ഞെളിയാതെ ദൈവത്തെ ഭയപ്പെട്ടോണം. ഒറ്റ ഒരുത്തനിന്ന മുഴുവനെണ്ണോ ദൈവത്തിന്റെ മഹത്വം. അതുകൊണ്ട് യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല, അവിടുന്ന് മുഴു ലോകത്തിന്റെയും ദൈവമാണ്. ഏത് ജാതിയിലും കുലത്തിലും കുടുംബത്തിലും നിറത്തിലും നിലവാരത്തിൽപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാം, യേശു ക്രിസ്തുവിനെ ആരാധിക്കാം, യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വരാം. ആരെയും കർത്താവ് തള്ളിക്കളയല്ല. കുഞ്ഞുങ്ങൾക്ക് യേശുവിന്റെ അടുക്ക വരാം. യേശു പറഞ്ഞില്ല അവരെ തടയരുതവരെ. പിള്ളേർക്ക് വരാം. പെൺപിള്ളേർക്ക് യേശുവിന്റെ അടുക്ക വരാം. 18 കഴിഞ്ഞവർക്കും വരാം. ജോഡി ഒറ്റയ്ക്ക് യേശുവിൻ്റെ അടുക്ക വരാം. ചിലർ 5-6 പേരുമായിട്ടാണ് നിൽക്കുന്നത്. കാരണം ഒറ്റയ്ക്ക് നിർത്താനും കൊള്ളുകയല്ല ചിലരെ. യേശു ഒറ്റയ്ക്കല്ലേ, ആ ശമരിയാക്കാരിയുമായിട്ട്. ശിഷ്യന്മാരെല്ലാം ഭക്ഷണം കൊള്ളാൻ കടന്നു. മണിക്കൂറുകൾ സംസാരിച്ചല്ലോ. സംസാരിക്കും തോറും അവക്ക് ആവേശം വർദ്ധിച്ച് അവിടുത്തെ ഒന്നുകൂടെ രുചിച്ചറിയുക. ആദ്യം മനസ്സിലാക്കിയത് ഒരു യഹൂദൻ. അല്പം കഴിഞ്ഞപ്പോൾ മനസ്സിലായി യഹൂദൻ മാത്രമല്ല ഇദ്ദേഹം പ്രവാചകനാ. സ്തോത്രം. അങ്ങനെ സംസാരത്തിന്റെ മൂർധന്യാവസ്ഥ വന്നപ്പോൾ അവർക്ക് മനസ്സിലായി മിശിഹായാണെന്ന്. അന്നേരം കൂടെ വെച്ച് ചോടി പട്ടണത്തിൽ ചെന്ന് കണ്ടവരോടെല്ലാം പറഞ്ഞു, ഞാൻ മിശിഹായെ കണ്ടെത്തി. അതാ യേശുവിന്റെ വിശേഷത. സ്തോത്രം. കൊച്ചുങ്ങൾക്ക് വരാം, കുഞ്ഞു പെൺപിള്ളേർക്ക് വരാം, 18 സഹോദരിക്ക് വരാം, 18 കഴിഞ്ഞ അമ്മമാർക്കും സഹോദരിമാർക്കും ഒക്കെ യൗവനക്കാർക്കും എല്ലാം യേശുവിനിടയ്ക്ക് വരാം. ഇങ്ങോട്ട് എടുക്കരുത്, അതിലെ പൊക്കണമെന്നൊന്നും യേശു പറയുകയല്ല. യേശു ക്രിസ്തുവിന്റെ ഐഹിക ശുശ്രൂഷ കാലത്തും എത്രയോ സഹോദരിമാര് കർത്താവിന്റെ കൂടെ കർത്താവിനെ ശുശ്രൂഷിച്ചു. മറിയ, മറ്റെല്ലാ കാര്യത്തിൽ മറിയ, സൂസന്ന, യോഹന്ന, ശലോമി എന്ന് വേണ്ട സഹോദരിമാരെല്ലാം മാന്യമായിട്ട് ശുശ്രൂഷിച്ചു. കർത്താവ് അവരോടെല്ലാം മാന്യമായിട്ട് ഇടപെടുകയും ചെയ്തു. സഹോദരന്മാർക്ക് യേശുവിൻ്റെ അടുക്ക വരാം. യേശു ക്രിസ്തു ഇരിക്കുന്നിടത്തോട്ട് തന്നെ ചെല്ലണമെന്നില്ല. നമ്മുടെ വീട്ടിൽ വരുന്നവനായി യേശു. അവൻ ശിമോന്റെ വീട്ടിൽ വന്നപ്പോൾ അങ്ങനെ വീട്ടിൽ യേശു നീ ഇരിക്കുന്ന ഇടത്ത് യേശു വരും. യേശുവിനെ ഇടത്തോണ്ടാരും പോകണ്ട, യേശു നടന്നു വന്നോളൂ. അവിടുന്ന് ജീവനുള്ള ദൈവമാണ്. ഇന്ന് രാത്രിയിലും അവിടുന്ന് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്.
മാറത്ത് പൊൻകച്ച കെട്ടവനായി, ചുട്ടുപടിപ്പച്ച വെള്ളോട്ടിന് സദൃശമുള്ള പാദമുള്ളവനായി, 7 നക്ഷത്രം വലങ്കി പിടിച്ച് നിലവിളക്കയുടെ നടുവിൽ നിലയങ്കി ധരിച്ച് നടകൊള്ളുന്ന നസറായൻ ഇന്ന് രാത്രിയിലും നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. അനുഭവിക്കുന്നവരെയും അത് വിശ്വസിക്കുന്നവരെയും ഓർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റുക. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശുക്രിസ്തു ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല, മുഴു ലോകത്തിന്റെയും ദൈവമാണ്. പിന്നെ ആൾക്കാർ ഇങ്ങനെ പകുത്തൊക്കെ വെച്ചിരിക്കുന്നത്, ഞങ്ങളുടെ യേശു, ഇത് കത്തോലിക്കരുടെ യേശു, അത് യാക്കോബക്കാരുടെ യേശു, ഇത് മാർത്തോമക്കാരുടെ യേശു, ഇത് പെന്തിക്കോസുകാരുടെ യേശു, ഇത് ബ്രദറുകാരുടെ സെപ്പറേറ്റ് യേശു, ഇത് TPM-കാരുടെ സ്പെഷ്യൽ യേശു. അങ്ങനൊന്നുമില്ല. നിങ്ങൾ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ. യേശു ക്രിസ്തു ഒരുവനേ ഉള്ളൂ, അത് മുഴു ലോകത്തിന്റെ ദൈവമാണ്. അതുകൊണ്ടാണല്ലോ എനിക്കും ഈ മാർഗത്ത് വരുവാൻ ഇടയായി തീർന്നത്. ദൈവത്തിന്റെ മഹത്വം. അതുകൊണ്ട് ഇന്ന് രാത്രി അറച്ചും മടിച്ചും അകന്നു നിൽക്കാതെ യേശുവിന്റെ അടുക്ക വാ. നിന്റെ സകല പ്രശ്നങ്ങൾക്കും അവിടുന്ന് പരിഹാരം തരും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത, ഭാഗ്യകരമായ പ്രത്യാശ. യേശുക്രിസ്തു ഈ ഭൂമിയിൽ അവതരിച്ചു. അതെന്തിനാ അവതരിച്ചത്? സകല മനുഷ്യന്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ. ആ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ ഈ ലേഖനത്തോട് ബന്ധപ്പെട്ട് നമുക്ക് ഒന്ന് ചിന്തിക്കാം. അപ്പൊ ഈ ക്രേത്തയിൽ പൗലോസ് തീത്തോസിനെ ആക്കി വെച്ച് പോയി. അതെന്തിനാന്ന് ചോദിച്ചാൽ 1-ാം അധ്യായം പഠിക്കുമ്പോൾ ഈ ചിലരുടെ വായെ അടയ്ക്കണം. അതിനാ ശുശ്രൂഷനെ അവിടെ ആക്കി വെച്ച് പോകുന്നത്. ചിലരുടെ വായെ അടയ്ക്കണം. 11-ാം വാക്യം വായിച്ച 1:11. വിശേഷാൽ വൃഥാവാചന്മാരും മനോവഞ്ചകന്മാരുമായി വഴങ്ങാത്തവരെ പറ്റുമുണ്ടല്ലോ. 1:11. വിശേഷാൽ പരിച്ഛേദനക്കാർ തന്നെ അവരുടെ വായ അടയ്ക്കേണ്ടതാകുന്നു. അവരുടെ വായ അടയ്ക്കേണ്ടതാകും. 11-ാം വാക്യം. അവരുടെ വായ ദുരാദായം വിചാരിച്ച് അവരുടെ വായ് അടയ്ക്കേണ്ടതാകുന്നു. അപ്പൊ ഈ തീത്തോസിനെ ക്രേത്തയിലാക്കി വെച്ച് പോകുന്നത് ചിലരുടെ വായ അടയ്ക്കണം. ആരുടെ വായ അടയ്ക്കണം? 10-ാം വാക്യം. വൃഥാവാചാരന്മാരും മനോവഞ്ചകന്മാരുമായി വഴങ്ങാത്തവരായ പലരുമുണ്ടല്ലോ. വഴങ്ങാത്ത കുറെ കക്ഷികളുണ്ട്. അതെല്ലായിടത്തും ഉണ്ട് വഴങ്ങാത്തവര്. നമ്മുടെ വീട്ടിലുണ്ട് വഴങ്ങാത്തവർ. എന്ത് ചെയ്താ പെമ്പള വഴങ്ങുകയല്ല, എന്ത് ചെയ്താ മാപ്പിളയും വഴങ്ങുകയല്ല. കൊച്ചുങ്ങളൊട്ടും വഴങ്ങുന്നില്ല. പ്രായമുള്ളതുള്ള 85 അത് ലേശം വഴങ്ങുകയല്ല, പിടിവാശിയായിട്ടിരിക്കുക. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അദ്ദേഹം ഇവിടെ പൊതുവിൽ പ്രസ്താവിച്ചില്ല. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പ്രഗത്ഭരായ കർത്തദാസന്മാർ നല്ല രീതിയിൽ സുവിശേഷം ഇവിടെ വിതറി. അതോർത്ത് ദൈവത്തിന്റെ മഹത്വം. ദൈവം അവർക്കെല്ലാം ദീർഘായുസ് കൊടുത്ത് ബലപ്പെടുത്തട്ടെ. ഇന്ന് സുവിശേഷം ഉണ്ട്, പിന്നെ അറിയാമല്ലോ ചില ക്രമീകരണമൊക്കെ വരുത്തണം. അപ്പം ആ പരുവത്തിനായിരിക്കും ഇന്ന്. സ്തോത്രം. യോഗം കൂടി ആരും നരകത്തിൽ പോകരുത്. അധികം യോഗം കൂടാനൊത്തില്ലെങ്കിൽ ഒറ്റ യോഗമേ കൂടിയുള്ളല്ലോ അങ്ങ് ചെല്ലണം. അണ്ടമാനം യോഗം കൂടി ഏറെ അങ്ങോട്ട് പോകുന്നല്ല നല്ലത്. 1-2 യോഗമേ കൂടാനൊത്തുള്ളെങ്കിലും അങ്ങ് കാണുന്നതാ വിഷയം. അപ്പൊ ഈ ക്രേത്തയിൽ നിന്നെ ആക്കിയേച്ച് പോകുന്നതിന് ചില ക്രമീകരണങ്ങൾ വരുത്തണം. 1, ചിലരുടെ വായെ അടയ്ക്കേണ്ടതാകും. ചുമ്മാ വിടുവാ പറയുക. വൃഥാവാചാലന്മാർ ഒരു പ്രയോജനമില്ല. ചുമ്മാ ഞാനൊരു ഭാഷ പറയും, അത് ഭാഷ അത്ര നല്ലതല്ലെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പിന്നെ എന്നെപ്പറ്റി നല്ല ധാരണയുണ്ടല്ലോ, അയാൾക്ക് വിവരവും ബോധവും ഇല്ലെന്ന്. അപ്പൊ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ചുമ്മാ ഈ ചപ്പളാത്തി അടിച്ച് കിടക്കുന്നവരുണ്ട്. ഒരു കടമ്പുമില്ല. ഞാൻ ദൈവദാസന്മാരോടും ദൈവമക്കളോടും പറയാം, നിന്റെ വായിന്ന് വിശ്വാസത്തിന്റെ വാക്ക് വരണം. നിരാശയുടെയും പരാജയത്തിന്റെയും തകർച്ചയുടെയും വാക്ക് വരരുത്. ഒരു രോഗിയെ കണ്ടു, അന്നേരം അയ്യോ ഇത് ഇങ്ങനെ വെച്ചോണ്ടിരിക്കരുതെന്നല്ല പറയേണ്ടത്. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുമെന്ന് പറയണം. നിരാശയോടെ ഒരുത്തൻ നമ്മുടെ അടുക്ക വന്നു, അയ്യോ ഞാനും ഭാരപ്പെട്ടിരിക്കുകയായിരുന്നു, നമുക്ക് എന്നാ ചെയ്യാനാ? അങ്ങനല്ല. ദൈവം നിന്റെ രട്ടടിച്ച് സന്തോഷം ഉടിപ്പിക്കും. നിന്റെ വിലാപത്തെ ദൈവം നൃത്തമാക്കി തീർക്കും. നിന്റെ പ്രശ്നങ്ങൾക്ക് യേശു പരിഹാരം തരും. യേശു സമാധാനം തരുന്ന ദൈവമാ. അന്യോന്യം ധൈര്യപ്പെടുത്തണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞ് വിശ്വാസികളുടെ മനസ്സ് തകർക്കരുത്. സ്തോത്രം. വിശ്വാസത്തിന്റെ വാക്ക് പറയണം. അപ്പോൾ വൃഥാവാചാലന്മാരും മനോവഞ്ചകന്മാരുമായി വഴങ്ങാത്ത പലരുണ്ട്. വീട്ടിൽ വഴങ്ങാത്തവരുണ്ട്, സഭയ്ക്കകത്തുണ്ട് വഴങ്ങാത്തവർ. എന്ത് ചെയ്താ എട്ടിൽ വേടി അടുക്കാത്ത ആൾക്കാർ സഭയ്ക്കകത്ത് ഉണ്ട്. മിക്കതും കമ്മിറ്റിയില്ല, വഴങ്ങുകയല്ല. കാര്യം ആലോചിക്കുമ്പോൾ ചാടി മുറ്റത്തിറങ്ങും, മുണ്ടും പൊക്കി കുത്തി അവിടെ നിൽക്കുക. എന്നിട്ട് ഇങ്ങനെ നിൽക്കുക, മുൻകാലിങ്ങനെ അനക്കി. വഴങ്ങുകയല്ല.
ഇപ്പൊ പിന്നെ പാസ്റ്റർമാർക്ക് വല്ലതും പേടി, ഉടനെ അങ്ങ് എടുത്താ എല്ലാം കുത്തിയിരുന്ന് മുതുപാതിരാക്കിയിരുന്ന്, എടാ നീ കിടന്നുറങ്ങേ. കൂട്ടുവിശ്വാസിയും കൂട്ടുസഹോദരനും കൂട്ടുവേലക്കാരെ പറ്റി എഴുതിയാൽ നിന്റെ അസ്ഥി ഒടിക്കും. നിനക്ക് ദൈവം നിന്നെ പാടില്ല. സ്തോത്രം, പാടില്ല. വഴങ്ങാത്ത ഒത്തിരി എണ്ണമുണ്ട്. അത് വീട്ടിലുണ്ട്, സഭയ്ക്കകത്തുണ്ട്, നാട്ടിലുമുണ്ട്. അപ്പൊ തീത്തോസിന്, ഇത് സഭയോടുള്ള ദൂതായതുകൊണ്ട് തീത്തോസിനോട് പറയുക, നിന്നെ ഇവിടെ ആക്കിയത്, ക്രേത്തയിലാക്കിയത് ഇങ്ങനെയുള്ളവരുടെ വായെ അടയ്ക്കണം. ആവശ്യമില്ലാത്ത പറയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണം. ചിലര് സാക്ഷി, ഇപ്പോഴൊക്കെ സാക്ഷി കുറവാ. പണ്ടൊക്കെ നമ്മുടെ സഭകളിൽ ഇഷ്ടം പോലെ സാക്ഷ്യമാണ്. നിന്നിങ്ങനെ കറങ്ങും, നല്ലവനും വല്ലവനും വിശ്വസ്തനും ഹല്ലേലൂയ, അത്ര നീട്ടേണ്ട ഒരു കാര്യമില്ല, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ മതി. ഇന്നങ്ങ് കറങ്ങുക. ഈ പറയുന്നത് മിക്കതും അവിശ്വാസവും നിരാശയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഏലും പറയാ 35 കൊല്ലമായി കൃപയിൽ വന്ന് ഇന്ന് വരെ ഒരു വിടുതലുണ്ടായിട്ടില്ല. എന്നാ നീ എഴുന്നേക്കായിരിക്കണ്ടേ? വിടുതലുള്ളവൻ എഴുന്നേക്കട്ടെ. സ്തോത്രം. അങ്ങനെയുള്ളവരുണ്ട് എന്ന് പറയണം. വൃഥാവാചാലന്മാരും മനോവഞ്ചകന്മാരും വഴങ്ങാത്തവരുമായ പലരുണ്ട്. അവരുടെ വായ അടയ്ക്കണം. ഞാൻ സഭയുടെ പേരൊന്നും പറയുന്നില്ല. ചില സഭയിലുണ്ട്, ഈ ട്യൂണ് മാറിയ ഉടനെ തമ്പറിന് ഒരു അടി അടിക്കും, അന്നേരം അവിടെ ഇരിക്കും. എവിടാന്ന് എന്നോട് ചോദിക്കരുത്, നിങ്ങൾക്ക് മനസ്സിലായി കാണും, അറിയാമല്ലോ. അവിടെ അങ്ങനെ തന്നെയല്ല, തമ്പേറും അവരുടെ ചുമതലപ്പെട്ടയില്ല. അല്ല, ചുമ്മാ വരുന്നവനെല്ലാം തമ്പേറെടുത്ത് അടിക്കുകയല്ല. അവിടെ പോയി പുറകെ ഇരുന്നെങ്ങാനും കൈയടിച്ച് ബലപ്പെട്ടുണ്ട്. തമ്പേറൊക്കെ അടിക്കാൻ ഇവിടെ ആളുണ്ട്. മനസ്സിലായോ? ഇത് നമ്മുടെ ചില, ഞാൻ ഇന്ന് പകലും പ്രസംഗിച്ച്, നമ്മുടെ ചില സഭയെ തമ്പേറടിക്കാൻ, അത് സഭ തുടങ്ങിയ കാലം മുതലേ അച്ചാൻ, ഇയാൾക്ക് താളവും ഇല്ല, ബോധമില്ല, ടുണ്ടുണ്ടുണ്ടുണ്ടും. ഈ തമ്പേറുടെ ഇടയിൽ കൊടുക്കത്തുമില്ല, ഇയാൾ അടിച്ചാൽ ശരിയാകുകയും ഇല്ല. തമ്പേറങ്ങാനും വേണ്ടി അയാൾ സഭ വിട്ടു പോവുകയും ചെയ്യും. അത് പേടിച്ച് പേടിയാ. അപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തോ അമ്മയെ പറഞ്ഞേ, അമ്മയുടെ ആണ്ട് പറഞ്ഞല്ലേ സഹോദരി പറയുന്നു, നമ്മുടെ ഇവിടെ തമ്പരടിക്കുന്ന അച്ഛൻ്റെ കാര്യമാണോ? അതൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പൊതുവിൽ അങ്ങ് പറയുക, നിങ്ങളത് ഏറ്റെടുക്കണ്ട. അതൊക്കെ ആവശ്യമുള്ളവർ ഇവിടെ കാണാം, അവരെ ഏറ്റെടുത്തോളും. അപ്പോൾ വൃഥാവാചാലന്മാരും മനോവഞ്ചകന്മാരും വഴങ്ങാത്തവരുമായി ചിലരുണ്ട്. അവരുടെ വായെ അടയ്ക്കണം. അതാണ് 1-ാം അധ്യായത്തിൽ. ഞാൻ വിസ്തരിക്കുന്നില്ല. 2-ാം അധ്യായത്തിൽ പൗലോസ് കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം, സകലത്തിലും നമ്മെ തന്നെ മാതൃകയാക്കണം. 2-ാം അധ്യായത്തിന്റെ 7-8 വായിച്ചേ. വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ല. വിരോധി നമ്മെ കൊണ്ടൊരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തിക്ക് മാതൃകയാക്കി കാണിക്കാം. സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തിക്ക് മാതൃകയാക്കണം. അപ്പൊ 2-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയത്തിൽ ഒന്ന്, സകല വിഷയത്തിലും നിന്നെ തന്നെ മാതൃകയാക്കണം. അത് ഈ ആരാധന മാത്രമല്ല, എല്ലാ മേഖലയിലും മാതൃക ഉണ്ടായിരിക്കണം. ചർച്ചിൽ വരുന്ന 2-3 മണിക്കൂർ മാത്രമല്ല പെന്തിക്കോസ് മാതൃക, 24 മണിക്കൂർ മാതൃകയായിരിക്കണം. സംസാരത്തിലും ഇടപാടിലും കൊടുക്കവാകലിലും സഹകരണത്തിലും ചെയ്തികളിലും ചെയ്വനകളിലും എല്ലാം സകല വിഷയത്തിലും മാതൃകയായിരിക്കണം. ഞാൻ ആ ഭാഗത്തേക്ക് പിന്നെ വരുന്നത് കൊണ്ട് ഇപ്പൊ അവിടെ തൊടുന്നില്ല. സ്തോത്രം. അപ്പൊ 1-ാം അധ്യായത്തിൽ ചിലരെ വായ അടയ്ക്കണം. 2-ാം അധ്യായത്തിൽ സകലത്തിലും മാതൃകയോടെ ജീവിക്കണം. 3-ാം അധ്യായത്തിലെ പൗലോസ് പറയുക, തർക്കവും വാദവും എല്ലാം ഒഴിഞ്ഞു നിന്നേക്കണം. ആവശ്യമില്ലാത്ത തർക്കത്തിന് 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിച്ചേ. മൗഢ്യതർക്കവും വംശാവലികളും കലഹവും ന്യായപ്രമാണത്തെ കുറിച്ചുള്ള വാദവും ഒഴിഞ്ഞു നിൽക്കാം. അതങ്ങ് ഒഴിഞ്ഞു നിൽക്കണം. ഇങ്ങനെയുള്ള ആ വിഷയങ്ങൾ ചെന്ന് ചാടരുത്. മൗഢ്യതർക്കവും ചുമ്മാ ആവശ്യമില്ലാത്ത വംശാവലി. ചിലരെല്ലാം ഈ വലിയ ഇഷ്ടമായി ഈ വംശാവലി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ അപ്പച്ചന്റെ 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 അപ്പച്ചൻ. എന്തിനാ? നമുക്കെല്ലാവർക്കും കൂടി ഒരു പിതാവല്ലേ ഉള്ളൂ, സ്വർഗസ്ഥൻ. ഒരേ ഒരു രക്ഷകനല്ലേ ഉള്ളൂ, യേശുക്രിസ്തു. ഒരേ ഒരു നായകനല്ലേ ഉള്ളൂ, യേശുക്രിസ്തു. ഒരേ ഒരു രക്ഷിതാവല്ലേ ഉള്ളൂ, യേശുക്രിസ്തു. അതല്ലേ ഏറ്റവും ശ്രേഷ്ഠം. അപ്പൊ ആവശ്യമില്ലാത്ത മൗഢ്യതർക്കവും വംശാവലികളും ഈ കെട്ടുകഥ ഇതെല്ലാം അങ്ങ് ഒഴിഞ്ഞു നിൽക്കണം.
തർക്കം പാടില്ല. തർക്കം ദൈവസഭയ്ക്കില്ലെന്നാ പൗലോസ് എഴുതിയേക്കുന്നത്. ഒരുവൻ തർക്കിക്കാൻ ഭാവിച്ചാൽ അങ്ങനെയുള്ള മര്യാദ നമുക്കില്ല. ഒഴിഞ്ഞങ്ങ് മാറിയ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തർക്കമെന്നല്ല, ഇപ്പൊ അതിന് ഖണ്ഡനമെന്നൊക്കെ, അത് ചുമ്മാ ഈ വിഷയം ഒരു സബ്ജക്റ്റ് എടുത്ത് അത് പറയല്ല. ജയിക്കാതെ വരുമ്പോ പിന്നെ റൂട്ട് മാറ്റുക. നിന്റെ ചരിത്രം എനിക്കറിയാം ഉണ്ടോ, ഉടനെ നേരെ ആ ചരിത്രം പറയാനാണോ തുടങ്ങിയത്? ആണോ? മഹോദരവത്തിന് മുമ്പ് യേശു വരുമോ, അത് കഴിഞ്ഞ് വരുമോ, അതിനിടയ്ക്ക് വരുമോ, ഇതായിരുന്നു വിഷയം. അവസാനം വന്നു നിന്നത് നിന്റെ ചരിത്രം എനിക്കറിയാമെന്ന്. അപാകത കണ്ടോ? ഉടനെ അവൻ ഇങ്ങോട്ട് നിന്റെ ചരിത്രം എന്നെ കൊണ്ട് അധികം കുഴഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഒഴിഞ്ഞു നിന്നേക്കണം. ഈ പണ്ടൊക്കെ ഖണ്ഡനം നടത്തും, അത് പ്രതിപക്ഷ ബഹുമാനത്തോടാ ഖണ്ഡനം. അതാ, മറ്റു കാര്യം ഒന്നും പറയത്തില്ല, ആ സബ്ജക്റ്റാ. ഇന്ന് ഞാൻ ചിലത് ശ്രദ്ധിക്കാറുണ്ട്, സബ്ജക്റ്റ് വിട്ട ഉപദേശത്തിൽ കയറി അവസാനം പിന്നെ ഉപദേശമല്ല പറഞ്ഞ് വേറെ വിഷയ പറയാന്, പിന്നെ വ്യക്തിഹത്യ നടത്തും. പാടില്ല. ഞാൻ ആ ഭാഗം അങ്ങ് വിടുക. നിങ്ങളുടെ നോട്ടോ ഇരിപ്പം കണ്ടിട്ട് ഇതൊന്നും ഇവിടെ പറഞ്ഞാൽ എറിക്കുകയല്ലെന്നാ, എറിക്കുന്നിടത്തോട്ട് പോകാം.